യമനിൽ നിന്നും ലോകം ഞെട്ടുന്നൊരു വാർത്ത പുറത്തുവരികയാണ്. ഹൂത്തി പ്രധാനമന്ത്രിയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യമനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ആരോഗ്യ മന്ത്രാലയത്തിലെ 11ഓളം ജീവനക്കാരെ ഹൂത്തികൾ കസ്റ്റഡിയിലെടുക്കുകയും UN കേന്ദ്രം തകർക്കുകയും കയ്യേറുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് സനായിലെ ഹൂത്തി കേന്ദ്രം ആക്രമിച്ച് ഹൂത്തി പ്രധാനമന്ത്രിയെയും നിരവധി ക്യാബിനറ്റ് അംഗങ്ങളെയും ഇസ്രയേൽ കൊല ചെയ്യുന്നത്. ഇതേ തുടർന്ന് ഹൂത്തികൾ ശക്തമായ പ്രതിഷേധത്തിലും അന്താരാഷ്ട്ര ഏജൻസികളുടെ നിസ്സഹകരണത്തിൽ കനത്ത രോഷത്തിലുമാണ്. UN ഭക്ഷ്യകേന്ദ്രത്തിന് പുറമെ യുനിസെഫ് ആസ്ഥാനവും ഹൂത്തികൾ കയ്യേറിയിട്ടുണ്ട്. യുനിസെഫ് ഉദ്യോഗസ്ഥരെയും ഹൂത്തികൾ പിടിച്ചുകൊണ്ടുപോയതായി യുനിസെഫും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ എത്ര ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഉദ്യോഗസ്ഥരെ വിട്ടുകിട്ടാൻ ഹൂത്തികളുമായി ശ്രമം നടക്കുകയാണ് എന്നാണ് യുനിസെഫ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഓഫീസ് കയ്യേറിയതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. 11 പേരെ ബന്ദിയാക്കിയതിനെ UN സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥരെ നിരുപാധികം വിട്ടയക്കണമെന്നും ഗുട്ടറസ് ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. നേരത്തെ യമനിൽ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടിയിരുന്നു. എന്നാൽ എംബസി കേന്ദ്രീകരിച്ച് ആളുകൾ പ്രവർത്തിച്ചിരുന്നുവെന്നും ഇവിടെയുണ്ടായിരുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും ഹൂത്തികൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുമായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇതിനോട് അമേരിക്കയുടെ പ്രതികരണങ്ങൾ ഇല്ലെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തെ തുടർന്നാണ് ഹൂത്തി പ്രധാനമന്ത്രിയും നിരവധി സൈനിക ഉദ്യോഗസ്ഥരും മന്ത്രിമാരും കൊല്ലപ്പെടുന്നത്. മരിച്ചവരിൽ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി, വിദേശകാര്യമന്ത്രി ഗമാൽ അമേർ, ഉപപ്രധാനമന്ത്രിയും പ്രാദേശിക വികസന മന്ത്രിയുമായ മുഹമ്മദ് അൽ മെദാനി, വൈദ്യുതി മന്ത്രി അലി സെയ്ഫ് ഹസൻ, ടൂറിസം മന്ത്രി അലി അൽ യാഫി, ഇൻഫർമേഷൻ മന്ത്രി ഹാഷിം ഷറഫുദ്ദീൻ എന്നിവരും ഹൂത്തികളിൽ തന്നെ ശക്തനെന്നും ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുകയും തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നു എന്നും പറയപ്പെടുന്ന അവർ ശക്തനായ മന്ത്രിയായി പറയപ്പെടുന്ന ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രി അബ്ദുൽ മജീദ് അൽ മുർത്താദയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിരോധ മന്ത്രി മുഹമ്മദ് നാസർ അൽ അത്തേഫിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായും ഹൂത്തികൾ വ്യക്തമാക്കി. ഹൂത്തികളുടെ ഉന്നത നേതൃത്വങ്ങളെല്ലാം കൊല്ലപ്പെട്ടതോടെ വലിയ തിരിച്ചടി തന്നെ ഹൂത്തികൾ നേരിടുകയാണ്. ഇതോടെ ഹൂത്തികൾ പ്രകോപിതരാവുകയും ഇസ്രയേൽ വിരുദ്ധ പാശ്ചാത്യ വിരുദ്ധ നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് സനയിലും യമന്റെ മറ്റു പ്രദേശങ്ങളിലും ഹൂത്തികളുടെ നേതൃത്വത്തിൽ വ്യാപക റെയ്ഡുകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വിമത ഗ്രൂപ്പുകൾക്ക് നേരെ ശക്തമായ പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമത ഗ്രൂപ്പുകൾ തിരിച്ചടിക്കുകയും ചെയ്യുന്നു എന്നതും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണം ഹൂത്തികളുടെ നിലനിൽപ്പ് വരെ ചോദ്യം ചെയ്യപ്പെടും എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് ഹൂത്തികൾ ശക്തമായ പ്രതിരോധ നീക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനെതിരെ ഇസ്രയേലും പാശ്ചാത്യ ശക്തികളും നടത്തുന്ന ആക്രമണങ്ങൾ വിലയിരുത്താനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമായിട്ടായിരുന്നു മന്ത്രിസഭ അവരുടെ യോഗം ചേരുന്നത്. ഇതിനിടയിലാണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നാണ് കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒരുപക്ഷെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം യമനിൽ നിന്നുണ്ടാകുന്ന പ്രത്യാക്രമണമോ നീക്കങ്ങളോ ഏത് തരത്തിലായിരിക്കും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തികളുടെ രാഷ്ട്രത്തലവന്മാരെ കൊലപ്പെടുത്തിയതിലൂടെ മേഖലയിൽ വീണ്ടും അശാന്തി പടരുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അത്ര തന്നെ ശക്തമല്ലാതിരുന്ന ഓപ്പറേഷനുകൾ വീണ്ടും ശക്തി പ്രാപിക്കുമോ എന്ന ഭയത്തിലാണ് ഇസ്രയേൽ. ഇറാന്റെ നീക്കവും ഏറെ നിർണായകമായിരിക്കും. കാരണം ഇറാന്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഇറാന്റെ വിശ്വസ്തരായ നിരവധി ആളുകളെ കൊലപ്പെടുത്തിയ ഇസ്രയേൽ ഏറ്റവും ഒടുവിൽ ഇറാന്റെ തന്നെ പ്രോക്സി ഗവൺമെന്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഗവൺമെന്റ് സംവിധാനമാണ് യമനിലെ ഹൂത്തികൾക്കുള്ളത്. ആ ഹൂത്തികളുടെ തലവന്മാരെ കൊലപ്പെടുത്തിയാൽ ഇറാൻ വെറുതെ ഇരിക്കില്ല. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 21 ഇസ്രയേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളം ലക്ഷ്യം വെച്ച് ഹൂത്തികൾ ഒരു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് ഇസ്രയേലിന്റെ ആക്രമണം എന്നാണ് വ്യക്തമാകുന്നത്. മേഖലയിൽ അശാന്തി പടർത്തുന്ന സാഹചര്യങ്ങളിൽ യമനിലെ UN ഉദ്യോഗസ്ഥരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗസയെ ആക്രമിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഇസ്രയേലിനെ സഹായിക്കുന്നതിനായി പുറപ്പെടുന്ന ഏതൊരു കപ്പലിനെയും തങ്ങൾ ആക്രമിക്കുമെന്ന് യമന്റെ പ്രഖ്യാപനം വന്നിരുന്നു. ആ പ്രഖ്യാപനത്തെ തുടർന്ന് നിരവധി കപ്പലുകളെ ആക്രമിക്കുകയും തകർക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു യമൻ. തുടർന്ന് യമനും ഇസ്രയേലും പരസ്പരം പോരാടുന്നതാണ് നമ്മൾ കണ്ടത്. ഇസ്രയേലിലേക്ക് പ്രഹരശേഷിയുള്ള മിസൈലുകൾ അയച്ച് പ്രതിരോധത്തിലാക്കുകയാണ് ഹൂത്തികൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഈ വിഷയത്തിൽ ഹൂത്തികൾ എന്ത് നിലപാട് സ്വീകരിക്കും? സ്വന്തം വിശ്വസ്തർ നഷ്ടപ്പെട്ട ഇറാൻ എന്ത് നടപടി സ്വീകരിക്കും എന്നതൊക്കെ കണ്ടറിയേണ്ടതാണ്.
waytonikah.com, the exclusive Muslim matrimonial site.